നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കാണുന്നവർ ലൈക്ക്, ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. സംസ്ഥാനത്ത് ചിരട്ടവില പടിപടിയായി ഉയരുകയാണ്. സംസ്ഥാനത്ത് ചിരട്ടവില കുത്തനെ ഉയരുകയാണെങ്കിലും പല സ്ഥലത്തും വില വ്യത്യസ്തമാണ്. ആക്രിക്കാരും ഏജന്റുമാരും കൂട്ടയിൽ ചിരട്ട ശേഖരിച്ചു വീട്ടമ്മമാരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കൂട്ട ചിരട്ട ഏകദേശം 6-7 കിലോ ഉണ്ടാവും. അതിൻ്റെ പകുതി വിലയെ ഒരു കുട്ടയ്ക്ക് വില നൽകുന്നുള്ളൂ. ഇത് 3 ഇരട്ടി വിലയ്ക്ക് അവർ മൊത്ത വ്യാപാരിക്ക് വിൽക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് വടക്കൻ ജില്ലകളിൽ ചിരട്ട വില കൂടുതലാണ്. വടക്കൻ ജില്ലകളിൽ പല സ്ഥലത്തും ബാനറുകൾ കെട്ടി മോഹവില കാണിച്ച് ജനങ്ങളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പറഞ്ഞ വില തന്നെ അവർ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വലിച്ചെറിയുന്ന ചിരട്ട ചെളിയും വെയിലും കൊണ്ട് പൂപ്പൽ പിടിച്ചാൽ അതിന് വില കുറയും. നല്ല രീതിയിൽ ചിരട്ട സൂക്ഷിച്ച് വെച്ച് വിൽപ്പനയ്ക്ക് കൊടുത്താൽ നല്ല വില ലഭിക്കും. ചിരട്ട നമ്മൾ നേരിട്ട് മൊത്ത വ്യാപാരികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല വില ലഭിക്കും. തേങ്ങയ്ക്ക് വില കുറഞ്ഞപ്പോഴും ചിരട്ട വില കുത്തനെ ഉയർന്നു നിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തേങ്ങ വില ഉയരുമ്പോഴും ചിരട്ട വില കൂടിക്കൊണ്ടിരിക്കുന്നു. ചിരട്ട പ്രധാനമായും ഉപയോഗിക്കുന്നത് ചിരട്ടക്കരി നിർമ്മിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും മുടി കറുപ്പിക്കാനും മറ്റും ഉപയോഗിക്കുന്നു. ചിരട്ട പ്രധാനമായും കയറ്റിക്കൊണ്ടുപോകുന്നത് കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ ആണ്. അതുപോലെ ജർമ്മനി, ചൈന എന്നീ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ചിരട്ട വില ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ്. ഒരു ഏകീകൃത വില ജില്ലയിൽ ഇല്ല. വടക്കൻ ജില്ലകളിൽ 1 കിലോ ചിരട്ടയ്ക്ക് ഏകദേശം 32 മുതൽ 35 രൂപ വരെയുണ്ട്. അതുപോലെ ഒരു തേങ്ങയുടെ ചിരട്ടയ്ക്ക് 3 രൂപയോളം വിലയുണ്ട്. എന്നാൽ തെക്കൻ ജില്ലകളിൽ 1 കിലോ ചിരട്ടയ്ക്ക് 25 മുതൽ 30 രൂപ വരെ ലഭിക്കുന്നുണ്ട്. ചിരട്ട പരമാവധി കളയാതെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്കും നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കാം. ആക്രിക്കാരുടെയും ഏജന്റുമാരുടെയും പൊയ്വാക്കുകളിൽ വീഴാതെ കിലോ കണക്കിന് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വില ലഭിക്കും. ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.